മലയാള സിനിമയുടെ മാതൃത്വത്തിന്റെ ആൾരൂപം കവിയൂർ പൊന്നമ്മയുടെ കളമശ്ശേരി നഗരസഭ ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുകയാണ്. പ്രമുഖ നടന്മാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിതിൻ പ്രഭാകർ ചേരുന്നുണ്ട്. നിതിൻ, ഇപ്പോൾ ആരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്? ഹരിത, നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ കളമശ്ശേരി ടൗൺ ഹാളിലെത്തി കവിയൂർ പൊന്നമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചിരിക്കുന്നു. വലിയ ജനക്കൂട്ടം ഇവിടെയുണ്ട്. കവിയൂർ പൊന്നമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർക്ക് പുറമെ സാധാരണക്കാരായ നാട്ടുകാരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. 12 മണി വരെയാണ് പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അതിൽ നീണ്ടുപോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. വലിയ ആൾക്കൂട്ടം മലയാള സിനിമയിൽ തന്റേതായ ഇടപെടലുകൾ നടത്തിയ, തന്റേതായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ കവിയൂർ പൊന്നമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും വലിയ തരത്തിലുള്ള ജനക്കൂട്ടം തന്നെ കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് എത്തുകയാണ്. അല്പസമയം മുമ്പാണ് നടൻ മോഹൻലാൽ കവിയൂർ പൊന്നമ്മയുടെ ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. രാവിലെ 10 മണിയോടുകൂടി തന്നെ നടൻ മമ്മൂട്ടി അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിയിരുന്നു. മറ്റ് സിനിമാ മേഖലയിലെ നടന്മാരെല്ലാം തന്നെ കളമശ്ശേരി നഗരസഭ ടൗൺ ഹാളിലുണ്ട്. തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക്, തങ്ങളുടെ അമ്മയ്ക്ക് അവസാനമായി വിട ചൊല്ലാൻ മലയാള സിനിമാ ലോകത്തിലെ പ്രമുഖ നടന്മാരെല്ലാം കളമശ്ശേരി ടൗണിലേക്ക് ഒഴുകി എത്തുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ഒപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഇവിടേക്ക് എത്തുന്നുണ്ട്. മന്ത്രി പി രാജീവ് രാവിലെ തന്നെ കളമശ്ശേരി നഗരസഭ ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഹൈബി ഈഡൻ MP, അതോടൊപ്പം തന്നെ KN ഉണ്ണികൃഷ്ണൻ MLA, KJ മാക്സി MLA ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഇത്തരത്തിൽ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരെല്ലാം തന്നെ കവിയൂർ പൊന്നമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് എത്തുകയാണ്. മലയാള സിനിമാ രംഗത്ത് തന്റേതായ ഇടപെടലുകൾ നടത്തിയ, മലയാളി പ്രേക്ഷകരെ ചിരിച്ചും ചിന്തിപ്പിച്ചും അഭ്രപാളിയിൽ നിറഞ്ഞു നിന്ന വിസ്മയം കവിയൂർ പൊന്നമ്മ വിടവാങ്ങിയിരിക്കുന്നു. അവരെ അവസാനമായി യാത്രയാക്കുകയാണ് എറണാകുളത്തെയും പരിസര പ്രദേശങ്ങളെയും ജനങ്ങൾ. സിനിമാ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും നാട്ടുകാരും ചേർന്ന് കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യയാത്ര ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഹരിത. നിതിൻ, കവിയൂർ പൊന്നമ്മ എന്നൊരു നടിയെ നമ്മൾ ആലോചിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു വെള്ളമുണ്ടൊക്കെ ഉടുത്തിട്ടുള്ള, വലിയ പൊട്ടൊക്കെ വെച്ചിട്ടുള്ള ആ ചിരിയുള്ള ഒരു രൂപം തന്നെയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്, മമ്മൂട്ടി അടക്കം വളരെ വികാരാധീതനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ അന്തരീക്ഷവും? തീർച്ചയായും സഹപ്രവർത്തകരുടെ മരണത്തിൽ ദുഃഖം നിലയ്ക്കുന്ന അവസ്ഥ തന്നെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തങ്ങളുടെ സഹപ്രവർത്തകർ വർഷങ്ങളോളം സിനിമാ രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിച്ച തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് വികാരനിർഭരമായ യാത്രയയപ്പ് തന്നെയാണ് സിനിമാ ലോകം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംവിധായകരുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, നടന്മാരുണ്ട്, സാധാരണക്കാരായ ജനങ്ങളുണ്ട്. വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ എറണാകുളത്തെയും പരിസര പ്രദേശങ്ങളെയും ജനങ്ങൾ കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് എത്തുകയാണ്. തങ്ങൾ അഭ്രപാളിയിൽ കണ്ട, അല്ലെങ്കിൽ തങ്ങൾക്ക് അഭ്രപാളിയിൽ വിസ്മയം തീർത്ത ആ കവിയൂർ പൊന്നമ്മ എന്ന അനുഗ്രഹീത കലാകാരി അവസാന യാത്രയയപ്പ് നൽകാൻ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. മലയാള സിനിമാ മേഖലയിൽ സത്യൻ, പ്രേം നസീർ, മധു, മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് ഉൾപ്പെടെ മലയാള സിനിമയിലെ ഭക്തര നായകന്മാരുടെ എല്ലാം തന്നെ അമ്മയായി വേഷമിട്ട കവിയൂർ പൊന്നമ്മയുടെ വിയോഗ വാർത്തയറിഞ്ഞ സിനിമാ ലോകം ആ ദുഃഖം നേളിക്കുന്ന, അല്ലെങ്കിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇപ്പോൾ പൊതുദർശന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 12 മണി വരെയാണ് കളമശ്ശേരി ടൗണിൽ പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത്. 12 മണിക്ക് ശേഷം ആലുവയിലെ ഭക്തിയിൽ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകും. തുടർന്ന് വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത്. ഹരിത. അതേസമയം തന്നെ നിതിൻ, ഇപ്പോൾ കവിയൂർ പൊന്നമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ നാടകത്തിലൂടെയാണ് അവർ സിനിമയിലേക്ക് എത്തുന്നത്. 60 മുതൽ 22 കാലഘട്ടം വരെ അവർ സിനിമയിൽ വളരെ സജീവമായിരുന്നു. ഇങ്ങനെയൊരു രോഗാവസ്ഥ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ വീണ്ടും ഈ ഒരു മേഖലയിലേക്ക് തിരിച്ചു വരുമെന്നതും ഉറപ്പായിരുന്നു. നാടക രംഗത്തിലൂടെ അഭിനയ രംഗത്തെ കാലഘട്ടത്തിൽ തന്റെ 14-ാം വയസ്സിൽ സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന് 1000-ൽ പരം സിനിമകളിൽ അഭിനയിച്ചു. 25ഓളം സീരിയലുകളിൽ വേഷമിട്ട് പിന്നണി ഗായികയായി പ്രവർത്തിച്ചു. സിനിമ നിർമ്മിച്ചു. ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ സിനിമയുടെ സമസ്ത മേഖലയിൽ തന്റേതായ കയ്യൊപ്പും ശാസ്ത്രീയ വ്യക്തിത്വമായ അതിലെല്ലാം മലയാള
മറ്റാർക്കും പകരം വെക്കാൻ കഴിയാത്ത ഒരു ഏറ്റവും പ്രഭാളിയിൽ പകർന്നാലിന് ശക്തമായി അത് തന്നെയാണ് കബീർ പൊന്നമ്മയെ ദർശക മനസ്സിൽ അടയാളപ്പെടുത്തിയത്. ദർശക മനസ്സിൽ കബീർ പൊന്നമ്മയ്ക്ക് സ്ഥാനമുണ്ട്. മറ്റാർക്കും ആ സ്ഥാനം മറ്റാർക്കും കീഴടക്കാൻ കഴിയുമോ എന്നതിൽ സംശയമാണ്. കബീർ പൊന്നമ്മ അരങ്ങൊഴിയുമ്പോൾ കബീർ പൊന്നമ്മ കാലയതിനിൽ മറിയുമ്പോൾ കബീർ പൊന്നമ്മ പാർട്ടിവെച്ച കബീർ പൊന്നമ്മയുടെ ആ സ്ഥാനം ആ വിടവ് മറ്റാർക്കും എത്താൻ കഴിയില്ല എന്നതിനാണ് മനസ്സിന്റെ അകത്തളങ്ങളിൽ കടാതളക്കായി തിരിച്ചു നിർത്തുന്ന നക്ഷത്രമാറാം കബീർ പൊന്നമ്മ. ആ കബീർ പൊന്നമ്മയുടെ വിടവാങ്ങൽ വലിയ ശൂന്യതയാണ് മലയാള സ്മാരകം കാത്തിരിക്കുന്നത്. ഇന്നലെ അന്തരിച്ച മലയാള സിനിമയുടെ മാതൃത്വത്തിന്റെ ആൾരൂപമായിട്ടുള്ള കവിയൂർ പൊന്നമ്മയുടെ പൊതുദർശനം കളമശ്ശേരി നഗരസഭ ടൗൺ ഹാളിൽ നടക്കുകയാണ്. പ്രമുഖ താരങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, സിദ്ദിഖ് തുടങ്ങിയ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് നിതിൻ പ്രഭാകർ.